നമസ്കാരം. എൻ്റെ പേര് അഖിൽ എസ് ബാബു. ഞാൻ ഈ കഴിഞ്ഞ MDS 2024 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് 2022 ഡിസംബറിലാണ്. ഞാൻ ആ സമയത്ത് SSCയെ പറ്റി അറിഞ്ഞു വന്നപ്പോൾ ഞാൻ ഇവിടെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് കർമ്മ അക്കാഡമിയെ പറ്റി കിട്ടിയത്. അങ്ങനെ ഞാൻ ഡയറക്റ്റ് വന്ന് ജോയിൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ജോയിൻ ചെയ്ത സമയത്ത് ഒരു 6 മാസം നല്ല രീതിയിൽ ബേസ് ഒരു ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഇവിടുത്തെ മെന്റർ സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ഇവിടെ കമ്പനിയിൽ. അത്യാവശ്യം ഒരു 6, 7, 8 കുറച്ച് ബോയ്സ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കിരൺ സാറായാലും ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം തരും. ഞങ്ങൾക്ക് ഈ രാവിലെ ഒരു 12 അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ ഞങ്ങളെ ക്ലാസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പഠിക്കുകയോ, എന്താ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതനുസരിച്ച് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പഠിച്ചപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേർക്ക് ജോലി. അപ്പം മനസ്സിലായി ഇത് പഠിച്ചാൽ ജോലി കിട്ടും. കാരണം പണ്ട് നമ്മൾ കുറെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണും, കുറെ ആൾക്കാർ അവരെ സക്സസ് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ വിചാരിച്ചാൽ ഓക്കെ, നമ്മളെ കൂട്ടത്തിൽ 2 പേര് കയറിയപ്പോൾ ഞങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ. അങ്ങനെ ഞങ്ങൾ പിന്നെയും പഠിച്ചു ഞങ്ങൾ ആ സർക്കിൾ കുറഞ്ഞു കാരണം ഞങ്ങൾ കുറഞ്ഞു വന്ന ആൾക്കാരെ നിർത്തിപ്പോയില്ല, ആൾക്കാർക്ക് ജോലി കിട്ടിക്കൊണ്ട് പോവുക. അങ്ങനെ എന്റെ ഫ്രണ്ട്സൊക്കെ കുറെ പേര് ഇപ്പം ഗവൺമെന്റ് സർവീസ് ചെയ്യും. അതിനകത്ത് ഞാൻ ലാസ്റ്റാണ്, ഞാൻ ആ സർക്കിളിൽ ഞാനാണ് ലാസ്റ്റ് ഇപ്പം MDS ആയിട്ട് ഇപ്പം ഇൻകം ടാക്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മാത്സ് എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ഏരിയ ആണ് എന്റെ. കാരണം മിക്കവരും ഇവിടെ മാത്സ് വീക്കായിട്ടായിരിക്കും കുറെ പേര്. പക്ഷെ എന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഞാൻ പണ്ട് തൊട്ട് എനിക്ക് മാത്സ് നല്ല സ്ട്രോങ് ഏരിയ ആണ്. പക്ഷെ ഞാൻ ഏറ്റവും പാളിപ്പോയ വിഷയം എന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ്. കാരണം എന്റെ കൂട്ടത്തിലുള്ള എല്ലാം ഇംഗ്ലീഷ് ഒരു 50 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവർ 40-45 എന്തായാലും പഠിക്കും. ആ സമയത്ത് ഞാൻ 25-30 അതിലാണ് ഞാൻ കിടന്നത്. ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ ഇംഗ്ലീഷിന്റെ മാർക്ക് കൂട്ടണമെന്ന്. അങ്ങനെ കിരൺ സാറായാലും പറഞ്ഞു അത് അഖില ഡെയിലി എഡിറ്റോറിയൽ വായി, ഡെയിലി കുറച്ച് വൊക്കാബ് ചെയ്യും. അങ്ങനെ പിന്നെ കുറെ ഇംഗ്ലീഷ് കുറെ പ്രാക്ടീസ് സെക്ഷൻസ് എല്ലാം സാറ് തന്നു. അപ്പൊ എന്റെ ഇംഗ്ലീഷ് പയ്യെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. കാരണം ആ ഒരു സെക്ഷൻ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് ഇംഗ്ലീഷ് വൊക്കാബ് പഠിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് ഓരോരോ കോഡായാലും അവര് നമ്മളെ കോഡ് ഭാഷ ഉപയോഗിച്ച് നമ്മൾ ആ ഇംഗ്ലീഷ് വൊക്കാബ് നല്ല രീതിയിൽ നമ്മളെ മൈൻഡിൽ കയറാൻ പോയി. അങ്ങനെയാണെങ്കിൽ എന്റെ മാർക്ക് അപ്പം തുടങ്ങി മനസ്സിലായി എന്റെ മോക്ക് എടുക്കുമ്പോഴൊക്കെ എന്റെ മാർക്ക് ഒരു 150 അപ്പോൾ അതൊക്കെ കിട്ടിയത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. പണ്ട് ഞാൻ 100 കടക്കാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടു. പിന്നെ എന്റെ മാർക്ക് 120. പിന്നെ എന്റെ ഓരോ ഫേസ് ഞാൻ അനലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ഹയസ്റ്റ് മാർക്ക് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. കാരണം അതിനെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് അടുത്ത ലെവലോട്ട് ഹൈപ്പ് ചെയ്യണം. അങ്ങനെ എന്റെ മാർക്ക് ഒരു 150 അപ്പോൾ കിട്ടി തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി എന്റെ ലെവൽ അത്യാവശ്യം പോയി. ഇനി എനിക്ക് അധികം ഒന്നും പഠിക്കാനില്ല. എനിക്ക് പഠിച്ച സാധനങ്ങൾ എന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ എല്ലാ വർഷങ്ങളൊന്നും ഞാൻ ഈ ജേർണി തുടങ്ങിയിട്ട് ഇപ്പൊ 2.5 വർഷമായി. പക്ഷെ ഞാൻ കിട്ടിയ ജോലി MDS ആണെങ്കിലും പക്ഷെ എന്റെ ഈ മെയിൻ എയിം CGL ക്രാക്ക് ചെയ്യാന്നാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ ആ ലക്ഷ്യത്തിലേക്കാണ് ഞാൻ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നേടുന്നവരാണ് ഞാൻ എന്തായാലും സ്ട്രഗിൾ ചെയ്യും. അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ ഈ MDS കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഞാൻ ഇൻകേസ് എനിക്ക് ഈ CGL ക്രാക്ക് ചെയ്യാനും പറ്റിയില്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ പ്രൊമോഷൻ ആയിട്ട് ഞാൻ എന്തായാലും ഒരു CGL പോസ്റ്റിലേക്ക് എത്തുന്നുള്ള ഒരു ദീർഘവിശ്വാസം എനിക്ക് പോകും. അതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ജോബിൽ. അപ്പോൾ എനിക്ക് ഇനി പറയാനുള്ള, ഇപ്പം ഇത് പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട്. ആ കുട്ടികൾ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് മെന്റലി ഓക്കെ എന്ന രീതിയിൽ ആ വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അതില്ലാതെ ഒരു പരിപാടി നടക്കില്ല. കാരണം ഡെയിലി ഒരു 3 മണിക്കൂർ ആത്മാർത്ഥം പഠിച്ചാലും മതി. അല്ല ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണും രാവിലെ 12 മണിക്കൂർ പഠിക്കുന്നത്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാനൊക്കെ ആണെങ്കിൽ മാക്സിമം CGL പഠിച്ച സമയത്ത് 6 മണിക്കൂർ മാക്സിമം, അതിൽ കൂടുതൽ ഞാൻ പഠിച്ചിട്ടേ ഇല്ല. കാരണം ഞാൻ അത് പഠിക്കുന്നത് തന്നെ നമ്മൾ എത്ര പഠിക്കും, നമ്മൾ ഒറ്റ സ്ട്രെച്ച് ചെയ്ത് പഠിക്കണമെന്നല്ല. നമ്മൾ പഠിക്കുക, ആവശ്യത്തിന് കളി ചെയ്യുക, എല്ലാം വേണം. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് എല്ലാം പോകണം, നമ്മൾ സിനിമ കാണുക, എല്ലാം ചെയ്യുക. നമ്മൾ മാക്സിമം മൈൻഡ് റിലാക്സ് ആക്കി പഠിക്കുക. നമുക്ക് കിട്ടുന്ന സാധനം നമുക്ക് കിട്ടിയിരിക്കും. അത് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് കിട്ടും. പിന്നെ ചിലര് ടച്ച് ഫാക്ടറിനകത്തൊരു ഘടകമാണ്. കാരണം അത് ഓരോരുത്തരൊക്കെ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തായാലും പഠിക്കുക. പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും ഒരു പോയിന്റ് എവിടെയെങ്കിലും കിട്ടും, റിസൾട്ട് ഉണ്ടായി. ഓക്കെ, താങ്ക് യു.